ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തിലെ തന്നെ നെക്സ്റ്റ് ഫൈലമായിട്ടുള്ള ഫൈലം ആഷൽമിന്തസിനെ കുറിച്ചാണ്. ആഷൽമിന്തസ് അഥവാ നെമറ്റോഡ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. Mostly aquatic or terrestrial, many are parasitic, body is cylindrical and unsegmented, bilateral symmetrical, triploblastic, pseudocoelomate. ആഷൽമിന്തസിലെ ആനിമൽസിൻ്റെ ബോഡി ജനറലി സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ബോഡി സെഗ്മെൻറ്റഡ് അല്ല. ഇവർ ബൈലാട്രൽ സിമെട്രിക്കൽ ആണ്. ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതായത് 3 ജേം ലെയേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇവർ സ്യൂഡോസീലോമേറ്റ്. സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്യൂഡോസീലോമേറ്റ് അഥവാ ഫാൾസീലം എന്ന് പറയാം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആഷൽമിന്തസിലെ സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോഡി സ്ട്രക്ചർ നോക്കാം. ബോഡി സ്ട്രക്ചർ ഇവരുടെ ബോഡി സിലിണ്ട്രിക്കൽ ആണ്. 2 എൻഡും കുറച്ച് ടേപ്പർ ചെയ്തിരിക്കുന്നു. ബോഡി സെഗ്മെന്റേഷൻ ഇല്ല. ബോഡിക്ക് പുറത്ത് ഒരു ടഫ് ക്യൂട്ടിക്കിൾ എന്ന പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോഡി സിലിണ്ട്രിക്കൽ ആണ്, അൺസെഗ്മെന്റഡ് ആണ്, ടേപ്പറിംഗ് അറ്റ് ദ ബോത്ത് എൻഡ്, കവേർഡ് ബൈ ടഫ് ക്യൂട്ടിക്കിൾ. ഇതാണ് ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആഷൽമിന്തസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇവർക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അതായത് മൗത്ത് മേനസ് എന്ന് പറയുന്ന 2 ഓപ്പണിങ്ങും ഉണ്ട്. രണ്ടും ഉണ്ട്. ഫുഡ് മൗത്ത് വഴി എൻ്റർ ചെയ്ത് ഫാരിൻസ്, ഇൻറ്റസ്റ്റൈൻ എന്നിവയിലൂടെ പാസ് ചെയ്ത് ഏനസ് വഴി പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആഷൽമിന്തസിൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണുള്ളത്. മൗത്ത് വഴി ഫുഡ് എൻ്റർ ചെയ്ത് ഫാരിൻസ്, ഇൻറ്റസ്റ്റൈൻ എന്നിവ പാസ് ചെയ്ത് ഏനസ് ത്രൂ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ഇനി നമുക്ക് ഇവരുടെ സർക്കുലേഷൻ ആൻഡ് റെസ്പിറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും ഇല്ല. ഓക്കെ, ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും ഇല്ല. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് മെയിൻലി ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി എക്സ്ക്രീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം പ്രസൻ്റ് ആണ്. ഓക്കെ, എക്സ്ക്രീഷൻ ത്രൂ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് വഴി നടക്കുന്നുണ്ട്. ആഷൽമിന്തസിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സെക്സസ് സെപ്പറേറ്റഡ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. മോസ്റ്റ് ആഷൽമിന്തസിലും മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. അതിന് നമുക്ക് യുണീസെക്ഷൽ എന്നോ ഡയോഷ്യസ് എന്നോ പറയാം. ഓക്കെ, സെക്സസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതിനെ പറയുന്നതാണ് ഡയോഷ്യസ്. നമ്മൾ ഇതുവരെ പഠിച്ച ഫലത്തിലൊക്കെ എന്തായിരുന്നു, ഹെർമാഫോഡേറ്റ് ആയിരുന്നു. ഹെർമാഫോഡേറ്റ് എന്ന് പറഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റ് അല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ്, മെയിൽ ആൻഡ് ഫീമെയിൽ എന്താണ്, ഒരേ ഇൻഡിവിജ്വലിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഒരേ ഇൻഡിവിജ്വലിൽ പ്രസൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ ഹെർമാഫോഡേറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ആഷൽമിന്തസിലോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്, ഡയോഷ്യസ് ആണ്. ഡയോഷ്യസ് എന്ന് പറഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കോമൺ ആയിട്ട് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ജനറലി ഇന്റേണൽ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇവർ ആസ്കാരിസ്, വുച്ചറേറിയ ആൻഡ് സീലോസ്റ്റോമ. ആസ്കാരിസ് അഥവാ റൗണ്ട് വേം എന്നറിയപ്പെടുന്നു. ദെൻ വുച്ചറേറിയ അഥവാ ഫൈലേറിയൽ വേം എന്നറിയപ്പെടുന്നു. ദെൻ ആൻസൈലോസ്റ്റോമേനെ പറയുന്നതാണ് ഹുക്ക് വേം എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ ഫൈലത്തിലെ പല ഓർഗാനിസവും പാരസൈറ്റിക് ആണ്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ജീവിച്ച് ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രീഷൻസ് എടുക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പാരസൈറ്റിക് എന്ന് പറയുന്നത്. ഈ ഫൈലത്തിൽ പല ഓർഗാനിസവും എന്താണ്, പാരസൈറ്റിക് ആണ്. ആസ്കാരിസ് ഇൻഡസ്റ്റൈനിലാണ് കാണുന്നത്. വുച്ചറേറിയ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് കാണുന്നത്. ആൻസൈലോസ്റ്റോമയും എന്താണ്, ഇൻഡസ്റ്റൈനിലാണ്.
കാണുന്നത്. ഓക്കെ, പാരസൈറ്റിക് ഫോമാണ് മിക്ക മെമ്പേഴ്സും എന്താണ്, പാരസൈറ്റിക് ആണ്. ആസ്കാരിസിസ് എവിടെയാണ് കാണുന്നത്? ലീവ്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ദെൻ ബുച്ചറേറിയ ലീവ്സ് ഇൻ ദ ലിംഫാറ്റിക് സിസ്റ്റം. ആൻസിലോസ്റ്റോമ ലീവ്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഇതുവരെ നമ്മൾ ആഷൽമിന്തസിൽ പഠിച്ച ഇത്രയും എല്ലാ ഫീച്ചേഴ്സും കൂടി നമുക്ക് ഒന്നും കൂടി നോക്കാം. ക്യുക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡി എന്താണ്? സിലിണ്ട്രിക്കൽ ആണ്. ആഷൽമിന്തസ് സിലിണ്ട്രിക്കൽ ആണ്, അൺസെഗ്മെന്റഡ് ആണ്. ബോഡി ബൈലാട്രൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സ്യൂഡോസീലോമേറ്റ് ആണ്. ഇവർക്ക് എന്തുണ്ട്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ട്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഇവരെന്താണ്? ഡയോഷ്യസ് ആണ്. പല മെമ്പേഴ്സും പാരസൈറ്റിക് ആണ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഫൈലം ഇൻക്ലൂഡ്സ് റൗണ്ട് വേംസ്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൗണ്ട് വേംസ് ബിലോങ് ചെയ്യുന്ന ഫൈലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആഷൽമിന്തസ് അഥവാ നെമറ്റോഡയാണ്. അപ്പം ആഷൽമിന്തസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.